ഞങ്ങൾ പോയത് ഒരു സംക്രാന്തി ദിവസമായതുകൊണ്ട് കോട്ടയുടെ ഉള്ളിലുള്ള എല്ലാ വീടുകളുടെ മുമ്പിലും ഇതുപോലെ കളർഫുള്ളായിട്ട് കോലം വരച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളങ്ങനെ ഗണ്ടിക്കോട്ട ഗുഡ് മോർണിംഗ്. സൂര്യനെ കണ്ടു. സൂര്യരശ്മികളാൽ ഞങ്ങൾ തഴുകി ഉണർത്തപ്പെട്ടു. ഉറക്കം കളഞ്ഞ് ഞങ്ങൾ വന്ന് സൂര്യൻ പെട്ടെന്ന് വന്നു, നല്ല ഉദിച്ച് മുകളിലെത്തി. അതെ, കാരണം നല്ല ഫോഗ് ഉണ്ട്, നല്ല കോടമഞ്ഞുള്ള കാരണം വ്യൂ അത്ര സെറ്റപ്പ് അല്ല. അതെ, അപ്പോൾ ഞങ്ങൾ ഇനി നെക്സ്റ്റ് ബോട്ടിങ്ങിലേക്ക് പോകാനുള്ള മാർഗത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ബാക്കി ബോട്ടിങ്ങിൽ കാണാം. ബട്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൂര്യ ഉദയവും സൂര്യാസ്തമയവും. നൈസ് പ്ലേസ് ടു കം. ഈ കോട്ടയുടെ അകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന മുസ്ലിം ദേവാലയം. ചാർമിനാർ എന്നാണ് അതിന് അവർ പേരിട്ടിരിക്കുന്നത്. കാരണം 4 മിനാരങ്ങളുണ്ട്. നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഫോട്ടോജനിക്കായിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഈ മുസ്ലിം ദേവാലയം. നമ്മുടെ ഈ ചാർമിനാറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വലിയ കുളം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാരും ഇപ്പോൾ കുളിക്കുന്ന ഒരു കുളമൊന്നുമല്ല, ബട്ട് അത് ബാക്കി ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാനായിട്ട് ഇവിടുന്ന് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് പണ്ട് നല്ലൊരു സെറ്റപ്പിലുണ്ടായിരുന്നൊരു കുളമായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരുപാട് പടവുകളൊക്കെ ആയിട്ട്. കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു വിസ്മയമാണ് മഹാദേവരായ ടെമ്പിൾ. അതൊരു ക്ഷേത്രമാണ്, പണ്ട് കാലത്തുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും നമുക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മൾ ഹംപിയിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലാണ്. അതുപോലെ കല്ലിൽ കൊത്തിയ പ്രതിമകളും തൂണുകളും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പഴയ അമ്പലം. പൊളിഞ്ഞൊരു വീഴാറായ ഒരു കോട്ടൻ്റെ ഇവിടെ. സൂര്യോദയം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേശ്ശെ വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തുള്ള കോട്ടയുടെ പുറത്തുള്ള ചെറിയ ഹോട്ടലുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. നമ്മൾ ട്രൈ ചെയ്തത് അവിടുത്തെ സ്പെഷ്യലായ കടപ്പ കാരം ദോശയും കാരം എഗ് ദോശയാണ്. രണ്ടും കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല എരിവും എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു.
ഏകദോശ പറയൂ. ഈ കോട്ടയുടെ ചുറ്റുവട്ടത്ത് ഈ കാണുന്ന പോലെ കുറച്ച് ഹോട്ടലുകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഒരുപാട് വലിയ പോഷ് ഹോട്ടൽസ് ഒന്നുമില്ല, പക്ഷെ നല്ല ഭക്ഷണമായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനായ ബോട്ടിങ്ങിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. അത് അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് പോയിട്ട് ഒരു പോയിന്റിലാണ് നമുക്ക് ബോട്ടിംഗ് ഉള്ളത്. അത് ആന്ധ്രാപ്രദേശ് ടൂറിസത്തിൻ്റെ അണ്ടറിലാണ് അതുള്ളത്. ഒരാൾക്ക് 250 റുപ്പീസാണ് ചാർജ്. ഇതാണ് അതെ, ഗന്ദിക്കോട്ടയിലെ ബോട്ടിങ്ങിലുള്ള ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏരോ മാർക്കുകളെ ഫോളോ ചെയ്ത് ഞങ്ങൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ കണ്ട വ്യൂ പോയിൻറ്റിൻ്റെ അപ്പുറത്തെ സ്ഥലത്താണ്. ഓക്കെ, ഇത് ഈ കാണുന്ന വ്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു വ്യൂ അല്ല. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഈ റിവർ ലേക്കിൽ കൂടിച്ചേരുന്ന സ്ഥലമാണ്. അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ നമുക്ക് ഫോഗ് ഉള്ളത് കൊണ്ട് ക്ലിയർ ആയിട്ട് ലോങ്സ് ആയിട്ടൊന്നും കാണാനില്ല. ഈ വഴി കുറച്ച് അപകടകരമായ രീതിയിൽ കല്ലുകൾ വെച്ചിട്ടുള്ളൊരു വഴിയാണ്. പക്ഷേ അതിലൊരു പ്രത്യേക രസം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ കല്ലുകളൊക്കെ നല്ല മണ്ണൊന്നുമില്ലാതെ വളരെ ക്ലീനായിട്ടുള്ള ഒരു കല്ലുകളാണ്. പിന്നെ കടപ്പക്കല്ലുകളാണ് ശരിക്കും ഇവിടുത്തെ. ഈ സ്ഥലം ശരിക്കും കടപ്പയാണ് ആന്ധ്രാപ്രദേശിലത്തെ. നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഈ ബോട്ടിങ്ങിലേക്കുള്ള വഴി കുറച്ച് അധികം ഉണ്ട്. കുറച്ച് ട്രക്കിങ്ങിൻ്റെ നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നല്ല കല്ലുകളൊക്കെ ആയിട്ട് നല്ല വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ആ പുഴ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോവുകയാണ് ഈ ഗ്രാൻഡ് കാനിയനെ ചുറ്റിയിട്ട്. ആ പുഴയുടെ പേരാണ് പെന്ന റിവർ. അതാണ് ആ പുഴയുടെ പേര്. ഈ ബോട്ട് ഇത് ബോട്ട് പോകുന്നത് കാണാം നിങ്ങൾക്ക്. ആ ബോട്ടിലേക്കാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇറ്റ്സ് അബൌട്ട് എ വ്യൂ. अरे आराम से चलाओ. തേനീച്ചല്ലത്, കിളികളാ. ആ
നമ്മളവിടെയാണ്. മനസ്സിലായി 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 എനിക്ക് മനസ്സിലായി. അയാളുടെ പറയാൻ എനിക്ക് മനസ്സിലായി. അയ്യോ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലേ? ഉണക്കി അറിഞ്ഞോ നോക്കട്ടെ. പുറത്തുനിന്നൊന്നുമല്ല. 50 പേരുണ്ടെങ്കിൽ നമുക്ക് 75 പേർക്ക് കഴിക്കാം.